ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെയും മഹിയുടെയും കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞുവിട്ട കള്ള സന്യാസിക്കും ആ ഗുണ്ടയ്ക്കും പ്രതാപനും മുത്തശ്ശിക്കുമൊക്കെ അതേ നാണയത്തിൽ നല്ല തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എന്താണെന്നറിയാതെ ദേഹം മുഴുവൻ ചൊറിഞ്ഞു ചൊറിഞ്ഞു നിൽക്കാനും ഇരിക്കാനും കഴിയാത്ത അവസ്ഥ. ഇതിനിടയിൽ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കള്ള സന്യാസി വിഷഭസ്മം തൊട്ടുകൊടുത്തതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടാണെങ്കിലും കുഞ്ഞിൻ്റെ ജീവൻ പോകും എന്ന് തന്നെ അവർ കണക്ക് കൂട്ടുന്നു. ഇതേസമയം ലേഖയ്ക്കാണെങ്കിൽ കുഞ്ഞിനെ ഓണം കഴിഞ്ഞാൽ മഹി കൊണ്ടുപോകും എന്ന് ആലോചിച്ച് ചങ്ക് പിടയുന്നുണ്ട്. ഓണത്തിന് ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ കണ്ണേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ലേഖ വിഷമിക്കുമ്പോൾ എന്ന് കരുതി എനിക്കെൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും എൻ്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഞങ്ങൾ അധികം ദൂരേക്കൊന്നും അല്ലല്ലോ പോകുന്നത്, ഇവിടെ അടുത്ത് തന്നെയല്ലേ. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കുഞ്ഞിനെ കാണാനായിട്ട് വരാം. ഞങ്ങളും കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് കണ്ണൻ പറയുന്നുണ്ടെങ്കിലും ലേഖയ്ക്ക് കുഞ്ഞ് പോകുന്നതിലുള്ള ഒരു സങ്കടം സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ഒരു യോഗ്യതയും ഇല്ലാത്ത കരുണ വരെ ഗർഭം ധരിച്ചു, പക്ഷേ എനിക്ക് മാത്രം അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലേഖ വീണ്ടും വിഷമിക്കുമ്പോൾ, ഇങ്ങനെ വിഷമിക്കില്ലേ ലേഖയെ, ഈ കുഞ്ഞ് ലേഖയുടെ കുഞ്ഞുകൂടിയാണ്. യാതൊന്നും മോഹിക്കാതെയാണ് ഞാൻ കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. കണ്ണേട്ടനൊന്ന് നടന്ന് കണ്ടാൽ മാത്രം മതി എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ഈ അടുത്ത സമയം വരെ എനിക്കുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞാണ് ഈ ഒരു കുഞ്ഞിനെ കിട്ടിയത്. ഈ കുഞ്ഞിനിപ്പോൾ 2 അമ്മമാരും 2 അച്ഛന്മാരുമാണ് ഉള്ളതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹി ലേഖയെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് ഉണ്ണിയുടെ അടുത്തെത്തുന്ന കരുണ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അച്ഛനും മുത്തശ്ശിയും കൂടി വലിയ പദ്ധതി തന്നെയാണ് ഇട്ടിരിക്കുന്നത് പറയുമ്പോൾ, ഇതിനു മുൻപ് നിൻ്റെ അച്ഛനും മുത്തശ്ശി എന്തൊക്കെ ചെയ്തിരിക്കുന്നു, എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ണി. ഇനി ഓണമൊക്കെയാണ് വരാൻ പോകുന്നത്. ഓണമൊക്കെ എല്ലാവരും കൂടി സന്തോഷത്തോടെ ആഘോഷിക്കുന്നതൊന്നും എനിക്ക് ഓർക്കാൻ കഴിയില്ല എന്നെല്ലാം കരുണ പറയുന്നുണ്ട് കേട്ടോ. ഇത്തവണ ഏതായാലും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും അച്ഛനും ഏതറ്റം വരെയും പോകും, അതെനിക്ക് ഉറപ്പാണെന്ന് പറയുന്നുണ്ട് കരുണ. പിന്നീട് കണ്ണൻ കമലേശ്വരത്ത് എത്തുന്നു. ദുർഗയാണെങ്കിൽ നൂലുകെട്ടിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ണനോട് ചോദിക്കുന്നുണ്ട്. മഞ്ജുവും മഹിയുടെ അമ്മയും അനന്തവും ലേഖയൊക്കെ കുഞ്ഞിന് വേണ്ടിയിട്ട് സ്വർണം കരുതിയിരുന്നുവെങ്കിലും അമ്മ തന്നുവിട്ട സ്വർണ്ണമായിരുന്നു ഇന്നത്തെ ഫംഗ്ഷൻ്റെ ഹൈലൈറ്റ് എന്ന് കണ്ണൻ പറയുമ്പോൾ തന്നെ ദുർഗ അത് കേട്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ വരുന്നതെല്ലാം കരുണ മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നറിയാനുള്ള ആകാംക്ഷയിൽ കരുണയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ കരുണയും ദുർഗയും കൂടി സംസാരിക്കുന്നതെല്ലാം കരുണ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും അവരുടെ ആ സംസാരത്തിൽ നിന്ന് തന്നെ കുഞ്ഞിന് ഒന്നും സംഭവിച്ചിട്ടില്ല, സേഫ് ആണെന്ന് തന്നെ കരുണയ്ക്ക് മനസ്സിലാകുന്നു. അതോടുകൂടി തന്നെ ഇത്തവണത്തെ അച്ഛൻ്റെ പ്ലാൻ പൊളിഞ്ഞു എന്ന് തന്നെ കരുണയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. ഓണം കഴിഞ്ഞാൽ മാത്രമേ മഹിയെയും കുഞ്ഞിനെയും കമലേശ്വരത്തേക്ക് തിരിച്ചു കൊണ്ടുവരൂ എന്നും കണ്ണൻ്റെ സംസാരത്തിൽ നിന്നും കരുണ കേൾക്കുന്നുണ്ട്. പിന്നീട് പ്രതാപൻ ആ കള്ള സന്യാസിയെ വിളിക്കുന്നു. എന്നിട്ട് താൻ എന്തൊക്കെ മലമുറിക്കുന്നു പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. എന്നിട്ട് ശരീരമാസകലം ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നെല്ലാം ചോദിച്ചുകൊണ്ട് അയാളുടെ നേരെ ചൂടാവുന്നു. പ്രതാപിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അയാൾക്കാണെങ്കിൽ നാവ് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇതിപ്പോൾ ആദ്യത്തെ അനുഭവമാണെന്നും സാധാരണ നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും എൻ്റെ വിഷഭസ്മത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാറില്ല. പിന്നെ ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വലിയ അത്ഭുതം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ അയാൾ പറയുമ്പോൾ, താൻ ഇനി കൂടുതലൊന്നും പറയണ്ട, ഏതായാലും പറഞ്ഞ കാര്യം നടക്കാത്തതുകൊണ്ട് തന്നെ ബാക്കി പണം തരാൻ കഴിയില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ശേഷം ഇത്തവണയും വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. ഏതായാലും ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ മോൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കൊടുക്കണം. മോളുടെ മുഖത്തെ സന്തോഷം കണ്ടാൽ പിന്നെ ജയിൽ ജീവിതമൊന്നും എനിക്കൊരു പ്രശ്നമല്ല അമ്മ എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ, അത് വേണം പ്രതാപ, എൻ്റെ മോൾ ആഗ്രഹിച്ച ഒരു ജീവിതം അവൾക്ക് കിട്ടിയിരിക്കണമെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. പിന്നീട് കരുണാലയത്തിലെത്തുന്നു. ഇന്ന് നൂലുകെട്ട് ദിവസം അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരുടെ സന്തോഷം ഇല്ലാതാക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നിട്ട് അതൊന്നും ഉണ്ടായതുമില്ല. ഉണ്ണിയേട്ടൻ്റെ മുന്നിൽ അച്ഛൻ്റെ വില വീണ്ടും ഇല്ലാതായി എന്നെല്ലാം കരുണ പറഞ്ഞ് കലിതുള്ളുമ്പോൾ, എന്താണെന്നറിയില്ല മോളെ, ഒരു കള്ള സന്യാസിയാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അയാളാണെങ്കിൽ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഭസ്മം തൊട്ടുകൊടുക്കുകയും ചെയ്തു. അതിന് മോഹിനിയും സാക്ഷിയാണ്. പിന്നെ എന്താ ഉണ്ടായതെന്ന് അറിയില്ല എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ, എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ, എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ കരുതി മനക്കോട്ട കെട്ടും, പക്ഷേ എല്ലാം 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചയല്ലേ ഇതുവരെ കണ്ടിട്ടുള്ളതെന്ന് കരുണ നിരാശയോടെ പറയുമ്പോൾ, മോളിങ്ങനെ നിരാശപ്പെടല്ലേ, എൻ്റെ മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഈ അച്ഛൻ ഒരുക്കാണ്. ഇനി മോള് തന്നെ ഇതിന് വേണ്ടിയിട്ട് കളത്തിലിറങ്ങണമെന്ന് പറയുമ്പോൾ, എൻ്റെ മോള് ഒരു കാര്യം ചെയ്യണം, കുഞ്ഞിനെ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ചെല്ലണം. എന്നിട്ട് ആർക്കും ഒരു സംശയവും തോന്നാതെ ആ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കണം എന്നെല്ലാം പ്രതാപൻ കരുണയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
അങ്ങനെ കരുണ കുഞ്ഞിനെ കാണാനായിട്ട് ചെല്ലുന്നു. അപ്പോൾ ലേഖയ്ക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല കരുണയുടെ വരവ്. ഞാൻ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് വേഗം തന്നെ പോയിക്കോളാം എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ കരുണ. ഇതേ സമയം മഹിയും വരുന്നു. അപ്പോൾ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നത് എന്നെല്ലാം കരുണ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും മഹിക്കാണെങ്കിലും യാതൊരു സംശയവും തോന്നുന്നില്ല. അങ്ങനെ കുഞ്ഞിനെ കാണിക്കാനായിട്ട് കരുണയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. കുഞ്ഞാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. എന്തായാലും മഹിയെ എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റി കുഞ്ഞിനെ അപായപ്പെടുത്തണം എന്ന് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് കരുണ വന്നിരിക്കുന്നത്. എന്തായാലും നിലമോളുടെ ശക്തി എന്താണെന്ന് കരുണ അനുഭവിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്